ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശക്തവും നിർണായകവുമായ ജനപ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. 1942 ഓഗസ്റ്റ് 8-ന് ബോംബെയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ മഹാത്മാഗാന്ധിജി ഡു ഓർ ഡൈ, ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന അമരമായ മുദ്രാവാക്യത്തോടെ ആരംഭിച്ചു. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം രണ്ടാം ലോക മഹായുദ്ധകാലത്തേക്കാണ് പോകുന്നത്. 1939 യുദ്ധം ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം ഭാരതീയരുടെ അനുമതിയോ അഭിപ്രായമോ തേടാതെ ഇന്ത്യയെ യുദ്ധത്തിൽ ഉൾപ്പെടുത്തി. യുദ്ധഭാരവും സാമ്പത്തിക ബാധ്യതകളും ഭാരതീയ ജനങ്ങളുടെ മേൽ ചുമത്തുകയായിരുന്നു. ഇക്കാലത്ത് ജനങ്ങൾ കടുത്ത ഭക്ഷ്യക്ഷാമം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അടിച്ചമർത്തൽ എന്നീ സാഹചര്യങ്ങളിലൂടെ ദുരിതത്തിലായിരുന്നു. ഇതിനിടെ 1942 ബ്രിട്ടീഷ് സർക്കാർ ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ വാഗ്ദാനങ്ങളൊന്നും നൽകാതെ ക്രിപ്സ് മിഷൻ മുഖേന ചില പരിമിതമായ സ്വയംഭരണ നിർദ്ദേശങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചു. എന്നാൽ അത് ഭാരതീയ നേതാക്കളെ നിരാശപ്പെടുത്തുകയും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിജി ഇതിനെതിരെ ശക്തമായ പ്രതികരണം പ്രകടിപ്പിച്ച് ഭാരതം ഉടൻ സ്വതന്ത്രമാക്കേണ്ടത് ഒരു ന്യായാവകാശമാണെന്നും ബ്രിട്ടീഷുകാർ ഉടൻ ഭാരതം വിടണമെന്ന് പ്രഖ്യാപിച്ചു. ബോംബെയിലെ യോഗത്തിൽ സ്വീകരിച്ച പ്രമേയപ്രകാരം കോൺഗ്രസ് നേതാക്കൾ രാജ്യവ്യാപകമായി ബ്രിട്ടീഷുകാർക്കെതിരെ അഹിംസാത്മകമായ പണിമുടക്കും സത്യാഗ്രഹങ്ങളും സംഘടിപ്പിച്ചു. എന്നാൽ പ്രസ്ഥാനം ആരംഭിച്ച ഉടൻ തന്നെ ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ബ്രിട്ടീഷ് ഭരണകൂടം അറസ്റ്റ് ചെയ്തു. നേതാക്കളുടെ അഭാവത്തിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളും തൊഴിലാളികളും കർഷകരും സ്ത്രീകളും തെരുവിലിറങ്ങി പ്രതിഷേധങ്ങളും പണിമുടക്കുകളും നടത്തി. ചില സ്ഥലങ്ങൾ പ്രക്ഷോഭങ്ങൾ അക്രമപരമായി മാറി. റെയിൽവേ, ടെലിഗ്രാഫ്, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് ആക്രമണങ്ങളും സാബോട്ടേജ് പ്രവർത്തനങ്ങളും നടന്നു. സ്ത്രീകളുടെ പങ്കാളിത്തം പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതകളിലൊന്നായിരുന്നു. അരുണ ആസഫ് അലി, ഉധം ദേവി, സുശീല നായർ, കസ്തൂർബ ഗാന്ധി എന്നിവർ ധൈര്യത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകങ്ങളായി മാറി. ബ്രിട്ടീഷ് ഭരണകൂടം കടുത്ത അടിച്ചമർത്തൽ നടപടികളിലൂടെ ആയിരക്കണക്കിന് ആളുകളെ തടവിലാക്കി. അനേകർ ജീവൻ നഷ്ടപ്പെടുത്തി. പലർക്കും ഗുരുതര പരിക്കുകൾ സംഭവിച്ചു. പ്രസ്ഥാനം ഉടൻ സ്വാതന്ത്ര്യം നേടാൻ കാരണമായില്ലെങ്കിലും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ അടിത്തറ കുലുക്കുകയും അവരുടെ പിടിത്തം ദുർബലമാക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യാവകാശം കൂടുതൽ അംഗീകരിക്കപ്പെട്ടു. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15-ന് ഭാരതം സ്വാതന്ത്ര്യം നേടുമ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അതിന്റെ അവസാന ഘട്ടത്തിലെത്തിച്ച ഏറ്റവും വലിയ പ്രചോദനമായിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു.